Hi, it's me, Shirin. Welcome to our YouTube channel, Tech Assist for You. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ KSEB തന്നൊരു LED ബൾബാണ്. ഈ KSEB തന്ന ഈ LED ബൾബ് നമുക്ക് കേടായിപ്പോയി. ഈ കേടായിപ്പോയതിനെ എങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് അറൗണ്ട് നമ്മളൊരു 33 രൂപയാണ് നമുക്ക് ഇത് റെഡിയാക്കാൻ വേണ്ടി. അതിനുവേണ്ടി നമ്മൾ ഈ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ സാധനം ഇത് നമ്മൾ ഓൺലൈനിൽ കിട്ടും. 18 വാട്ടിൻ്റെ ഒരു ഡ്രൈവർ ഓൺ ബോർഡ് LED ആണ് അതിന് പറയുന്നത്. ഡ്രൈവർ ഓൺ ബോർഡ് LED നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമുക്കിതെങ്ങനെയാണ് ഈ കേടായതിൽ നമുക്ക് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് നമുക്ക് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഹോൾഡർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പം എല്ലാം കണ്ടല്ലോ, ഇത് നമ്മൾ ഗ്ലോ ചെയ്യുന്നില്ല. നമുക്ക് ഇതിനെ ഈ ബോർഡ് ഇതിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം. അതിനായി നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ എടുക്കുക. ഇതിൽ ഹീറ്റ് സിങ്ക് എല്ലാം വെച്ച് ഗമ്മ് വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. ഇത് ഇളക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, ഇതൊക്കെ തട്ടുക. ഇതൊക്കെ തട്ടിയതിന് ശേഷം ഇതിനകത്തുള്ള സ്ക്രൂ പതുക്കെ റിമൂവ് ചെയ്യുക. സ്ക്രൂ റിമൂവ് ചെയ്ത് അതിനുശേഷം ഈ സോൾഡറിങ് ആയിട്ട് നമുക്ക് ചൂടാക്കേണ്ട. എന്നിട്ട് ഈ വയർ റിമൂവ് ചെയ്യുക. നമ്മൾ ഇളക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഇത് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇതിന് പുറത്തൊരു ഹീറ്റ് കോമ്പൗണ്ട് ഉണ്ട്. നമ്മൾ അതായത് ഹീറ്റ് സിങ്കിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ ആ പേസ്റ്റ് പോകാതെ നോക്കിക്കോണം. അതിനുശേഷം ഇതിനെ നമ്മൾ വെളിയിലെടുക്കണം. അതിന് നമ്മൾ ഇതും തട്ടി കൊടുക്കണം. അങ്ങനെ നമ്മൾ ഈ ഹീറ്റ് സിങ്ക് ആവുന്ന അകത്തെ ഈ കവറും നമ്മൾ ഇളക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിന്റെ AC ഡ്രൈവർ ഈ ഡ്രൈവർ നമുക്ക് ഇളക്കാം. ഇതിന്റെ മോൾ ഭാഗത്തായിട്ട് സോൾഡർ ചെയ്ത് വെച്ചേക്കുന്ന ഇത് നമ്മൾ ഇളക്കുക. അങ്ങനെ നമ്മളിതെല്ലാം ഇളക്കിയിട്ട് നമ്മുടെ പുതിയ വയർ നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഒരു പുതിയ വയർ നമ്മളെടുത്ത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളിവിടെ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ഓൺ ഡ്രൈവ് ബോർഡ് LED ഇത് 9 വാട്ടിൻ്റെയാണ്. 18 വാട്ടിൻ്റെ ഓർഡർ ഞാൻ ചെയ്തു, പക്ഷേ എനിക്ക് കിട്ടിയത് 9 വാട്ടിൻ്റെ സാധനമാണ് കിട്ടിയത്. ഞാനിത് പർച്ചേസ് ചെയ്തത് ആമസോണിൽ നിന്നാണ്. അതേ സ്ക്രൂ നമ്മൾ സ്ക്രൂ ചെയ്യുക. സ്ക്രൂ ചെയ്യുമ്പോൾ ഈ LED SMD ബോർഡാണിത്. SMD ബോർഡ് ഈ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി മാക്സിമം നല്ല പ്രോപ്പറായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് വെച്ചേക്കണം. ഹീറ്റ് നല്ലപോലെ ട്രാൻസ്ഫർ ആവാൻ വേണ്ടി. ഇനി അതിനുശേഷം നമ്മളിവിടെ
ഇതിൽ ഈ ബോർഡിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ഫേസും ന്യൂട്രും, അതായത് എല്ലും എന്നും കാണിച്ചിട്ടുണ്ട്. എല്ലെന്ന് കാണിച്ചതാണ് ഫേസും, എന്നെന്ന് കാണിച്ചത് ന്യൂട്രും. ഇനി ജസ്റ്റ് നമ്മൾ ഈ വയർ രണ്ടും കട്ട് ചെയ്യാണ്. ഇച്ചിരി നീളമായിട്ട് ഒരു ഇച്ചിരി അകത്തോട്ട് പോയി നമ്മൾക്ക് ഒന്ന് പിടിച്ച് നല്ലോണം സോൾഡർ ചെയ്യാൻ വേണ്ടി ആ രീതിക്ക് കട്ട് ചെയ്യാവും. അങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് 2 വയറും സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അടപ്പ് അങ്ങനെ നമ്മുടെ കേടായ എൽഇഡി നമ്മൾ സിമ്പിളായിട്ട് റെഡിയാക്കിയിരിക്കുകയാണ്. നമ്മളിത് കത്തുന്നോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലപോലെ ഗ്ലോ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല പ്രകാശമൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്നത് ആമസോണിൽ നിന്നാണ്. എനിക്ക് എന്താണ്ട് 330 രൂപയോളം സംതിങ് വന്നിട്ടുണ്ട്. എനിക്കങ്ങനെ ഒരു 10 ബോർഡാണ് കിട്ടിയത്. 10 ബോർഡ്, അങ്ങനെ ഒരു ബോർഡിന് എനിക്ക് 33 രൂപ മാത്രമാണ് ചിലവായത്. ഇത് നമ്മൾ വലിച്ചെറിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി നമ്മൾ 100-150 ഒക്കെ ചിലവാക്കേണ്ടി വരും. അങ്ങനെ വലിച്ചെറിയാതിരിക്കുക. ഇതിലും ഇൻഫർമേഷൻ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഞങ്ങൾക്ക് കമന്റ് ചെയ്ത് അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.